നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ അഗാധതയിൽ നിന്ന് നമ്മെ തേടിയെത്തുന്ന വിരുന്നുകാർ എപ്പോഴും കൗതുകമുണർത്തുന്നവരാണ്. അത്തരത്തിൽ സൗരയൂഥത്തിന് പുറത്തുനിന്നെത്തിയ 3I അറ്റ്ലസ് എന്ന ഇൻ്റർസ്റ്റെല്ലർ ധൂമകേതു ശാസ്ത്രലോകത്ത് പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. നമ്മുടെ സൂര്യൻ്റെ ഗുരുത്വാകർഷണ വലയത്തിന് പുറത്തുനിന്നും ആകാശഗംഗയുടെ ഏതോ ഒരു കോണിൽ നിന്നും യാത്ര തിരിച്ച ഈ ധൂമകേതു വെറുമൊരു അപൂർവ പ്രതിഭാസമല്ലെന്നും മറിച്ച് പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്ന കോടിക്കണക്കിന് സമാന വസ്തുക്കളിൽ ഒന്ന് മാത്രമാണെന്നുമാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രമുഖ ശാസ്ത്രജ്ഞനായ അവി ലോബ് ഉൾപ്പെടെയുള്ളവർ ഈ കണ്ടെത്തലിനെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഭൂമിയുടെ നിലനിൽപ്പിനിടയിൽ ഇത്തരത്തിലുള്ള ശതകോടിക്കണക്കിന് വസ്തുക്കൾ നമ്മുടെ ഗ്രഹത്തിന് സമീപത്തുകൂടി കടന്നുപോയിട്ടുണ്ടാകാം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2025 ജൂലൈ 1 ചിലിയിലെ അറ്റ്ലസ് ഒബ്സർവേറ്ററിയിലൂടെയാണ് ഈ വസ്തു ആദ്യമായി കണ്ടെത്തുന്നത്. ഇതിൻ്റെ സഞ്ചാരപഥം പരിശോധിച്ചപ്പോൾ തന്നെ ഇത് നമ്മുടെ സൗരയൂഥത്തിൻ്റെ ഭാഗമല്ലെന്ന് ശാസ്ത്രജ്ഞർക്ക് വ്യക്തമായിരുന്നു. സൂര്യൻ്റെ ഗുരുത്വാകർഷണത്തിന് കീഴ്പ്പെടാത്ത ഒരു ഹൈപ്പർബോളിക് പാതയിലൂടെയാണ് ഇതിൻ്റെ സഞ്ചാരം. നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ഈ വസ്തുവിനെ ഒരു ധൂമകേതുവായി തരംതിരിച്ചിട്ടുണ്ട് എങ്കിലും ഇതിൻ്റെ കൃത്യമായ ഉറവിടം ഇന്നും അവ്യക്തമാണ്. ആകാശഗംഗയിൽ മാത്രം 1,00,000 കോടി സമാന വസ്തുക്കൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് എന്നാണ് ഗവേഷകർ വിലയിരുത്തുന്നത്. ഇത് പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയെയും അവിടെ നിലനിൽക്കുന്ന പദാർത്ഥങ്ങളുടെ വൈവിധ്യത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കുന്നു. ആവി ലോബിൻ്റെ നിരീക്ഷണപ്രകാരം 3I അറ്റ്ലസ് എന്ന ഈ ധൂമകേതു കഴിഞ്ഞ 8,000-ഓളം വർഷങ്ങളായി നമ്മുടെ സൗരയൂഥത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സൂര്യനുമായി ഗുരുത്വാകർഷണ ബന്ധമുള്ള മേഖലയിലൂടെയാണ് ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സൗരയൂഥത്തിൻ്റെ അറ്റത്തുള്ള ഊർട്ട് ക്ലൗഡ് വരെ നീളുന്ന മേഖലയിൽ ഇത്തരത്തിലുള്ള ഏകദേശം 1,00,000 കോടി വസ്തുക്കൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ലോബ് കണക്കാക്കുന്നത്. അൽഫ സെന്റോറി പോലെയുള്ള അടുത്തുള്ള നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരത്തിൻ്റെ പകുതിയോളം വരുന്ന ഈ വലിയ മേഖലയിൽ ഇത്രയധികം ഇൻ്റർസ്റ്റെല്ലർ വസ്തുക്കൾ ഉണ്ടെന്ന കണ്ടെത്തൽ അത്യന്തം വിസ്മയകരമാണ്. ആകാശഗംഗയിലെ ഓരോ നക്ഷത്രവും ശരാശരി 1,00,000 കോടി ഇൻ്റർസ്റ്റെല്ലർ വസ്തുക്കളെ വീതം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാകാം എന്നാണ് ഇതിൽ നിന്ന് അനുമാനിക്കുവാൻ കഴിയുന്നത്. ഒരു ചെറിയ കാലയളവിനുള്ളിൽ ഇത്രയും ദൂരെയുള്ള ഒരു വസ്തുവിനെ കണ്ടെത്താൻ സാധിച്ചു എന്നത് തന്നെ ഇത്തരം വസ്തുക്കളുടെ ആധിക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. 3I അറ്റ്ലസ് എന്നത് അപ്രതീക്ഷിതമായി എത്തിയ ഒരു അതിഥി എന്നതിലുപരി നമ്മുടെ ഗാലക്സിയിൽ ഉടനീളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അസംഖ്യം പ്രപഞ്ച ശകലങ്ങളുടെ പ്രതിനിധിയാണ്. ഇത്തരം പഠനങ്ങളിലൂടെ നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹനിർമ്മാണ പ്രക്രിയകളെക്കുറിച്ചും പദാർത്ഥങ്ങളുടെ വിതരണത്തെക്കുറിച്ചും കൂടുതൽ വ്യക്തമായ ധാരണകൾ ലഭിക്കുമെന്നാണ് ശാസ്ത്രലോകം പ്രതീക്ഷിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.